ഇന്ന് നമുക്കൊരു സിമ്പിൾ ചിക്കൻ കുറുമ തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്നതിന് മുമ്പ് അതിൽ 4 കഷ്ണം ഏലയ്ക്ക, 2 കഷ്ണം പട്ട, 3 കഷ്ണം ഗ്രാമ്പു എന്നിവയിട്ട് 3 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് 2 പച്ചമുളക്, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി എന്നിവ ചേർത്ത് ചതച്ചതും ഇളക്കാം. ചേർത്തിളക്കി അതൊരു പരുവമായി വഴറ്റി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എന്നിവ വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ച് മാറ്റി വയ്ക്കാം. അതിനോടൊപ്പം ചെറിയ ചൂടുവെള്ളത്തിൽ 5-6 കഷ്ണം കാഷ്യൂനട്ട് കുതിർക്കാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ക്യാരറ്റും ഉരുളക്കിഴങ്ങും തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ചേർത്താൽ കറിക്ക് നല്ലൊരു കുറുമയുടെ ടേസ്റ്റ് കിട്ടും. ഈ ഉള്ളിയുടെ കൂട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും 1/2 കപ്പ് തേങ്ങയും ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഇളക്കുക. പച്ചമണം മാറുന്നത് ഇളക്കുക. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മസാല പുരളും വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ചിക്കൻ 2-3 മിനിറ്റ് നേരം നമുക്ക് തീ കുറച്ച് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയില്ലാത്ത തൈരാണ്. ഞാനിതിൽ തക്കാളി ചേർക്കത്തില്ലാത്തത് കൊണ്ടാണ് പുളിയില്ലാത്ത ചെറിയ തൈര് നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും. എൻ്റെ ഈ പാത്രം കിടന്ന് ഓടുന്നിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ ഒറ്റക്കൈ കൊണ്ട് കാണിക്കുന്ന കസറത്തായതുകൊണ്ടായത്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ അടച്ചു വെച്ചും വേവിക്കാം. പക്ഷേ തീ കുറച്ച് വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോഴാണ് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ ചെറിയ വേവാൻ തുടങ്ങുന്നത്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ മുൻപേ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് ചെറുതായി ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂനട്ടും അരച്ച പേസ്റ്റാണ്. അതും ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പുള്ള കറക്റ്റ് ചെയ്ത് തീ കൂട്ടി വെച്ച് വേവിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വറവിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് വെച്ച് അതിലേക്ക് 2-3 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കാഷ്യൂനട്ടും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കും. ഉള്ളിയും കാഷ്യൂനട്ടും കറിവേപ്പിലയും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കുറുമ വെന്ത് പാകമായിട്ടുണ്ടാവും. ഇനി അത് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നന്നായി മൂത്ത കറിവേപ്പിലയും കാഷ്യൂനട്ടും ഉള്ളിയും ചേർന്ന താളിപ്പ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക്